നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബാൻഗോ ഗാംബിറ്റിൽ നടന്ന ഒരു ഗെയിമിൻ്റെ മിഡിൽ ഗെയിം പരിചയപ്പെടാം. ഗാംബിറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പോണുകൾ കുറവാണെങ്കിൽ പോലും എല്ലാ കരുക്കളും വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പാക്കുകയും എതിരാളികളുടെ കരുക്കൾ ഡെവലപ്പ് ചെയ്യുന്നതിന് താമസം നേരിടുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ വൈറ്റിന് ഒരു പോൺ കൂടുതലുണ്ട്. D5-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നതിന് വൈറ്റ് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. വൈറ്റിൻ്റെ E4 എന്ന നീക്കം തടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ബ്ലാക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഗെയിമിലേക്ക് പോകാം. Qn B6 QB6 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്കുകൾ കണക്റ്റ് ചെയ്യപ്പെടുന്നു. പോൺ H3, ബ്ലാക്ക് നൈറ്റ് G4 എന്ന നീക്കം നടത്തുവാൻ സാധ്യതയുണ്ട് എന്ന് മുൻപിൽ കണ്ടതുകൊണ്ടാണ് H3 എന്ന നീക്കം നടത്തേണ്ടി വരുന്നത്. ബിഷപ്പ് E4, വൈറ്റ് B ക്രോസ് E4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിൻ്റെ കിങ് സൈഡിൽ ഡിഫെൻസിലിരിക്കുന്ന ബിഷപ്പ് നഷ്ടപ്പെടുകയും ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് D5 H3 എന്നീ പോണുകളുടെ സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും. ബിഷപ്പ് ക്രോസ് E4, നൈറ്റ് ക്രോസ് E4, നൈറ്റ് C2. നൈറ്റ് C2 എന്ന നീക്കം നടത്തുന്നത് ബ്ലാക്കിൻ്റെ B4-ലിരിക്കുന്ന നൈറ്റിനെ വെട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. Qn B7 എന്ന നീക്കം നടത്തിക്കൊണ്ട് D5-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. നൈറ്റ് ക്രോസ് B4, C ക്രോസ് B4 എന്ന നീക്കം നടത്തുമ്പോൾ A3-ലിരിക്കുന്ന റൂക്കിനെ പോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. റൂക്ക് E3 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു. ബ്ലാക്കിൻ്റെ E4-ലിരിക്കുന്ന നൈറ്റ് വൈറ്റിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പോൺ F5 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ സംരക്ഷിക്കുന്നു. B3 എന്ന നീക്കം നടത്തുമ്പോൾ C3 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം വൈറ്റിൻ്റെ പോണിൽ നിന്നും നഷ്ടപ്പെടുന്നു. നൈറ്റ് C3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്ക് ഒരു നൈറ്റ് എക്സ്ചേഞ്ചിനുള്ള സമ്മർദ്ദമുണ്ടാക്കുന്നു. നൈറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് B4-ൽ ഇരിക്കുന്ന പോൺ G7-ൽ ഇരിക്കുന്ന ബിഷപ്പിൻ്റെ സപ്പോർട്ടോടു കൂടി C3 എന്ന സ്ക്വയറിലെത്തുന്നു. നൈറ്റ് ക്രോസ് C3, പോൺ ക്രോസ് C3. 7th റാങ്കിൽ ഇരിക്കുന്ന പോണിനെ 3rd റാങ്കിൽ എത്തിക്കുവാൻ സാധിച്ചാൽ ഒരു ബിഷപ്പിൻ്റെ പവറോടെയാണ് ആ പോൺ ഇരിക്കുക എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം 2 നീക്കങ്ങൾ കൂടി നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ആ പോണിനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കരുവായി വാഴിച്ചെടുക്കുവാൻ സാധിക്കും. ബിഷപ്പ് A3, പോൺ F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെയും G3-ലിരിക്കുന്ന പോണിനെയും ആക്രമിക്കുന്നു. G ക്രോസ് F4, റൂക്ക് ക്രോസ് F4, റൂക്ക് D3. ബ്ലാക്കിൻ്റെ റൂക്കിന് റൂക്ക് D4 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ D5-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കാമായിരുന്നു. അത് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് റൂക്ക് D3 എന്ന നീക്കം നടത്തുന്നത്. റൂക്ക് B8, വൈറ്റിൻ്റെ B3-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. പോൺ B4 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ പോണിന് ബിഷപ്പിൻ്റെ സംരക്ഷണത്തിലെത്തുവാൻ സാധിക്കുന്നു. ബ്ലാക്ക് ഇവിടെ C3 എന്ന പോണിൻ്റെ ബലത്തോടു കൂടി കളിക്കാമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിന് തയ്യാറാകുന്നു. റൂക്ക് ക്രോസ് B4, ബിഷപ്പ് ക്രോസ് B4, ക്യൂൻ ക്രോസ് B4. ഇപ്പോൾ ക്യൂനും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് C3-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുവാൻ സാധിക്കുന്നു. ക്യൂൻ C2, ബ്ലാക്കിൻ്റെ പോൺ C2 എന്ന നീക്കം നടത്തുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. ക്യൂൻ C5 എന്ന നീക്കം നടത്തിക്കൊണ്ട് B8-ൽ ഇരിക്കുന്ന റൂക്കിന് വളരെ മനോഹരമായ ഒരു ഓപ്പൺ ഫയൽ സ്വന്തമാക്കി കൊടുക്കുന്നു. റൂക്ക് E7-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. ക്യൂൻ D3, ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട്
റൂക്ക് B2 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ ക്യൂനിനെ ആക്രമണമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ക്യൂനിനെ മറ്റൊരു കളത്തിലേക്ക് മാറി നിൽക്കുവാനുള്ള അവസരം നൽകുന്നു. റൂക്ക് B2, റൂക്ക് E4, റൂക്ക് D2, റൂക്ക് D2 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിനെ ആക്രമിക്കുന്നു. റൂക്ക് C4, വൈറ്റിൻ്റെ ക്യൂൻ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നതിന് പകരം ബ്ലാക്കിൻ്റെ ക്യൂനിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നൽകുന്നു. ക്യൂനെ F5 എന്ന നീക്കം നടത്തിക്കൊണ്ട് C3 പോണിനെ സംരക്ഷിക്കുന്നു. റൂക്ക് C8 പ്ലസ് കിങ് G7, ക്യൂൻ B5. വൈറ്റ് എക്സ്ചേഞ്ച് അപ്പ് ആയതുകൊണ്ട് ഒരു ക്യൂൻ എക്സ്ചേഞ്ച് നടത്തിക്കൊണ്ട് ആക്രമണത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നു. ക്യൂൻ ക്രോസ് B5, പോൺ ക്രോസ് B5, റൂക്ക് ക്രോസ് E2, റൂക്ക് C1. വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് C3 പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് B2. ഈ പൊസിഷനിൽ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും പോൺ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന് വലിയ മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. കാരണം ബ്ലാക്കിൻ്റെ പോണുകൾ കണക്റ്റഡ് പോണുകളും വൈറ്റിൻ്റെ പോണുകൾ ഡിസ്കണക്റ്റഡ് പോണുകളും ആയതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ പോണുകളെ ആക്രമിക്കുന്നതിന് ബ്ലാക്കിന് സാധിക്കും. റൂക്ക് ക്രോസ് C3 പോൺ വളരെ അപകടകാരിയാണ് എന്നുള്ളത് കൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ C3 പോണിനെ വൈറ്റ് സ്വന്തമാക്കുന്നു. ബിഷപ്പ് ക്രോസ് C3, റൂക്ക് ക്രോസ് C3, റൂക്ക് ക്രോസ് B5. ഇപ്പോൾ പോൺ സ്ട്രെച്ചറും അതോടൊപ്പം തന്നെ ഒരു പോണിൻ്റെ ലീഡും ബ്ലാക്കിന് നല്ല ആനുകൂല്യം ലഭിക്കുന്നു. മാത്രമല്ല റൂക്ക് B5 എന്ന നീക്കത്തോടു കൂടി D5 പോണിനെ ആക്രമിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. റൂക്ക് D3 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സംരക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള പൊസിഷനുകളിൽ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ കിങ്ങിനെ ഡിഫെൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റൂക്ക് B1 പ്ലസ് കിങ് G2, റൂക്ക് E1 ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് E7 പോണിനെ സംരക്ഷിക്കുകയും വൈറ്റിൻ്റെ D5 പോണിനെ കിങ് കൊണ്ട് സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. റൂക്ക് D4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ റൂക്ക് E4 എന്ന നീക്കം നടത്തുന്നത് തടയുക എന്നുള്ളതാണ്. റൂക്ക് E5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ കിങ്ങിനെ കട്ട് ചെയ്ത് വയ്ക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. പോൺ H4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്ക് G5 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുന്നു. കിങ് F6, കിങ് G3, പോൺ H6, പോൺ F3, G5, H ക്രോസ് G5, കിങ് F2. ബ്ലാക്കിന് ഓരോ പോണുകളുടെ എണ്ണം കുറയും തോറും വിജയസാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ എല്ലാ പോണുകളും റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു. ഇനി D5 പോണിനെ കിങ് ഉപയോഗിച്ചുകൊണ്ട് കൂടി ആക്രമിക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ പോണിനെ ബ്ലാക്കിന് വെട്ടിയെടുക്കുവാൻ സാധിക്കും. കിങ് F7, റൂക്ക് D1, കിങ് E8, കിങ് G3. ബ്ലാക്കിൻ്റെ കിങ് C5 എന്ന കളത്തിലേക്കും വൈറ്റിൻ്റെ കിങ് F7 എന്ന കളത്തിലേക്കുമാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിങ് D7, കിങ് G4, കിങ് C7, കിങ് H5, കിങ് B6, കിങ് G6, കിങ് C5, കിങ് F7. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് D5 പോണിനെയും വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് E7 പോണിനെയും ആക്രമിക്കുവാൻ ഇരുവിഭാഗത്തിനും സാധിക്കുന്നു. എന്നാൽ ബ്ലാക്കിന് ഒരു പോൺ കൂടുതലുള്ളത് കൊണ്ടും കിങ് ചെസ് ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത് കൊണ്ടും നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഇപ്പോൾ ചെസ് ബോർഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റൂക്ക് ക്രോസ് D5, റൂക്ക് C1 പ്ലസ് കിങ് D4,
കിങ് ക്രോസ് E7, കിങ് E3. കിങ് E3 എന്ന നീക്കം നടത്തിക്കൊണ്ട് F3യിലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. കിങ് E6. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെയും D6ലിരിക്കുന്ന പോണിനെയും ആക്രമിക്കുന്നു. റൂക്ക് C5. വൈറ്റ് ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് തയ്യാറാവുകയാണെങ്കിൽ നിഷ്പ്രയാസം ബ്ലാക്കിന് വിജയിക്കുവാൻ സാധിക്കും. റൂക്ക് G1. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് G5ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. കിങ് ക്രോസ് F3, കിങ് ക്രോസ് D6, റൂക്ക് A5. റൂക്ക് A5 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ കിങ് 6th റാങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. കിങ് E6, പോൺ G4, റൂക്ക് F1 പ്ലസ് കിങ് G2. കിങ് G2 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് F8, പോൺ G3, റൂക്ക് F7, കിങ് H1, റൂക്ക് H7 പ്ലസ് കിങ് G1, റൂക്ക് G7. റൂക്ക് G7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ ആക്രമിക്കുന്നു. പോൺ G2, റൂക്ക് H7, കിങ് F2, റൂക്ക് F7, കിങ് G3, റൂക്ക് G7 പ്ലസ് കിങ് H3, റൂക്ക് H7 പ്ലസ് കിങ് G4, റൂക്ക് G7 പ്ലസ് റൂക്ക് G5. റൂക്ക് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് വൈറ്റ് നിർബന്ധിതമാകുന്നു. റൂക്ക് ക്രോസ് G5, കിങ് ക്രോസ് G5, കിങ് D5, G1 സമം Q, ക്യൂൻ E4, ക്യൂൻ C5, കിങ് D3, ക്യൂൻ B4, കിങ് C2, ക്യൂൻ A3, കിങ് B1, ക്യൂൻ C3. ബ്ലാക്കിൻ്റെ കിങ് ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടാക്കുവാനുള്ള ശ്രമം നടത്തുന്നു. കിങ് A2, ക്യൂൻ B4, കിങ് A1, കിങ് F4, കിങ് A2, കിങ് E3, കിങ് A1, കിങ് D2, കിങ് A2, കിങ് C2, കിങ് A1, ക്യൂൻ A4 പ്ലസ് ചെക്ക് മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.